നമസ്കാരം. നിങ്ങൾ കാണുന്നത് ഡീൽസ് കേരള. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വലിയ യുദ്ധത്തിന്റെ ഭീഷണി ശക്തമാകുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിവേഗം വ്യാപിക്കുമ്പോൾ ലെബനൻ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും യുദ്ധത്തിനായി വീണ്ടും സജ്ജമാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ശക്തമായ പിന്തുണയോടെ റോക്കറ്റുകളും ഡ്രോണുകളും ഉൾപ്പെടുന്ന വലിയ ആയുധശേഖരം വീണ്ടും സജ്ജമാക്കാൻ ഹിസ്ബുള്ള കഴിഞ്ഞ മാസങ്ങളായി ശ്രമിച്ചുവരുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്തറിയുന്ന 6 വ്യത്യസ്ത സ്രോതസ്സുകളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2024 ഇസ്രായേലുമായുണ്ടായ വിനാശകരമായ യുദ്ധം ഹിസ്ബുള്ളയെ വലിയ തിരിച്ചടിയിലാക്കിയിരുന്നു. നിരവധി പോരാളികളും ആയുധശേഖരവും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം മറ്റൊരു വലിയ യുദ്ധം അനിവാര്യമാണെന്ന നിഗമനത്തിലാണ് ഹിസ്ബുള്ള നേതൃത്വം എത്തിയതെന്ന് സ്രോതസ്സുകൾ പറയുന്നു. ഈ പ്രാവശ്യം ഇസ്രായേലുമായുള്ള പോരാട്ടം അവരുടെ സംഘടനയുടെ അസ്തിത്വത്തെയും ബാധിക്കാവുന്ന തരത്തിലായിരിക്കാമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ടുതന്നെ കഴിഞ്ഞ മാസങ്ങളായി ഹിസ്ബുള്ള ശക്തമായ സൈനിക പുനഃസംഘടന നടത്തുകയാണെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി പുനർനിർമ്മിക്കാൻ വലിയ സാമ്പത്തിക പിന്തുണ ഇറാനിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സ്രോതസ്സുകളുടെ വിവരങ്ങൾ പ്രകാരം ഏകദേശം $50 മില്യൺ പ്രതിമാസ ബജറ്റിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ പണം പ്രധാനമായും പോരാളികളുടെ ശമ്പളം നൽകാനും ആയുധ നിർമ്മാണത്തിനും സൈനിക സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. 2024 യുദ്ധത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വാടക നൽകുന്നതിനും ഇറാനിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകുന്ന ഷിയ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഏകദേശം 60,000 ലെബനീസ് പൗരന്മാർ കഴിഞ്ഞ വർഷം മുതൽ കുടിയിറക്കപ്പെട്ട നിലയിലാണ്. ഹിസ്ബുള്ളയുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ അവരുടെ ഡ്രോൺ റോക്കറ്റ് ശേഖരം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. പ്രാദേശികമായി ആയുധങ്ങൾ നിർമ്മിക്കുകയും ചിലത് കടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ശ്രമങ്ങൾ നടക്കുന്നതായി വിദേശ ഉദ്യോഗസ്ഥരും ഇസ്രായേൽ സൈനിക വൃത്തങ്ങളും പറയുന്നു. ഇറാനിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെ ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരാനും സ്വന്തം ഫാക്ടറികളിൽ നിർമ്മിക്കാനും ഹിസ്ബുള്ള ശ്രമിച്ചുവെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ തടയാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. പുതിയ യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ തെക്കൻ ലെബനനിൽ പുതിയ റോക്കറ്റുകളും ലോജിസ്റ്റിക് സംവിധാനങ്ങളും സ്ഥാപിച്ചതായി ചില സ്രോതസ്സുകൾ പറയുന്നു. ഇത് വലിയ യുദ്ധത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു എന്ന സൂചനയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയുടെ മീഡിയ ഓഫീസ് ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് വിശദമായ പ്രതികരണം നൽകാൻ തയ്യാറായില്ല. എന്നാൽ സംഘടനയുടെ മീഡിയ മേധാവിയായ യൂസഫ് അൽ സെയ്ൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവസാന ശ്വാസം വരെ പോരാടാൻ ഹിസ്ബുള്ള തയ്യാറാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു, നിരുപാധിക കീഴടങ്ങലല്ലാതെ ഇറാനുമായി ഒരു കരാറുമുണ്ടാകില്ല. ഇറാന്റെ ഭാവി മെച്ചപ്പെടാൻ അമേരിക്കയും സഖ്യകളികളും ശ്രമിക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനും ലെബനനും നേരെ ആക്രമണം. ഇതിനിടെ അമേരിക്കയും ഇസ്രായേലും ഇറാനും ലെബനനും നേരെ 7ാം ദിവസവും ശക്തമായ ആക്രമണം തുടരുകയാണ്. ലെബനനിലെ മജ്ദൽ സെൽം എന്ന പ്രദേശത്ത് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 9 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ ബഹുഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച US-ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മാത്രം 1300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി അനൗദ്യോഗിക കണക്കുകൾ പറയുന്നു. ഇറാനെതിരായ യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു വലിയ നീക്കവും പുറത്തുവന്നിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാനിലെ അതിർത്തി പട്ടണങ്ങൾ പിടിച്ചെടുക്കാൻ ഇറാനിയൻ കുർദിഷ് മിലീഷ്യകൾ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 5000 മുതൽ 8000 വരെ പോരാളികൾ ഇറാഖ് അതിർത്തിയിൽ ഒത്തുകൂടിയിരിക്കുകയാണെന്ന് സ്രോതസ്സുകൾ പറയുന്നു. ഈ നീക്കത്തിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരോക്ഷ പിന്തുണ ഉണ്ടാകാമെന്ന സൂചനയും ചില റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ അന്തർവാഹിനി ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ഡേനയെ ടോർപിഡോ ഉപയോഗിച്ച് മുക്കിയതാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ നിരവധി ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടുവെന്നു പറയുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം US ഇത്തരമൊരു നടപടിയെടുക്കുന്നത് ആദ്യമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം മറ്റൊരു ഇറാനിയൻ കപ്പലിൽ നിന്ന് 200-ലധികം ജീവനക്കാരെ ശ്രീലങ്ക രക്ഷിച്ചിട്ടുണ്ട്. ഇവരെ ഇറാനിലേക്ക് തിരികെ അയക്കരുതെന്ന് അമേരിക്ക ശ്രീലങ്ക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇത് മാനുഷിക ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ, ഇസ്രായേൽ, ലെബനൻ, അമേരിക്ക, കുർദിഷ് സേനകൾ എന്നിവരുൾപ്പെടുന്ന വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് ഈ സംഘർഷം മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അടുത്ത ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് അവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഡീൽസ് കേരള കാണാൻ മറക്കരുത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.